നട്ടെല്ലിലെ ഡിസ്ക് സ്ഥാനം തെറ്റിക്കിടക്കുന്നത് മൂലമാണ് നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാകുന്നതെന്നും ബോൺ അലൈൻമെൻറ്റ് എന്ന ചികിത്സ വഴി ഡിസ്ക് യഥാസ്ഥാനത്ത് പിടിച്ചിടാമെന്നും ചിലർ അവകാശപ്പെടുന്നുണ്ട്. ഇക്കൂട്ടർ കാണിക്കുന്ന വാഷ് പോലെയുള്ള ഡിസ്കിൻ്റെ ചിത്രങ്ങൾക്ക് യഥാർത്ഥ ഡിസ്കുമായി പുലബന്ധം പോലും ഇല്ല. യഥാർത്ഥത്തിലുള്ള ഡിസ്ക് നട്ടെല്ലിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതോ തള്ളിപ്പോകുന്നതോ അല്ല. നട്ടെല്ല് മൊത്തം ഒരു മോൾഡിംഗ് ആണ്. നട്ടെല്ലിൻ്റെ രണ്ട് തലയിലും രണ്ടു പേർ പിടിച്ച് വലിച്ച് ഫോർക്ക് കൊണ്ട് അമർത്തിയാൽ പോലും ഡിസ്ക് തള്ളിപ്പോകില്ല. ഡിസ്ക് തള്ളുമെന്ന് ഒരു വൈദ്യപുസ്തകത്തിലും പറയുന്നില്ല. ഡിസ്ക് പ്രൊലാപ്സ് എന്നാൽ അതിൻ്റെ പ്രായോഗിക അർത്ഥം ഡിസ്ക് തള്ളിപ്പോകുക എന്നല്ല. ചിത്രകാരന്മാർ വരച്ചുണ്ടാക്കിയ ഡിസ്കിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവരാണ് ഡിസ്ക് തള്ളുമെന്നും ഡിസ്ക് യഥാസ്ഥാനത്ത് പിടിച്ചിടാമെന്നും അവകാശപ്പെടുന്നത്. അരക്കെട്ടും കാലും ബലമായി മടക്കുമ്പോൾ ചിലർക്ക് അഴച്ചിൽ മൂലം വലിച്ചിലും വേദനയും കുറയും. ഇത് യഥാസ്ഥാനത്ത് ഡിസ്ക് പിടിച്ചിട്ടത് മൂലമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. വേദന എന്നത് രോഗലക്ഷണമാണ്. വേദന കുറഞ്ഞതുകൊണ്ട് രോഗം മാറില്ല. ഇത്തരം രോഗികളുടെ രോഗം എന്തായിരുന്നു, അത് മാറ്റിയോ എന്ന് ഇവർ മറുപടി പറയുന്നില്ല. ഈ പിടിച്ചുവലിക്കൽ മൂലം രോഗത്തിന് ഒരു മാറ്റവും വരുന്നില്ല. രോഗം എന്താണെന്ന് അറിയാത്തവർ ചെയ്യുന്ന ഈ ചികിത്സ മൂലം അപൂർവം ചിലർക്ക് വേദന കുറഞ്ഞു എന്ന് വരാം. എന്നാൽ രോഗത്തിന് ഒരു കുറവും വരില്ല. കാരണം രോഗം എന്താണെന്ന് ഈ പിടിച്ചു വലിക്കുന്നവർക്ക് അറിയുകയുമില്ല. ഈ പിടിച്ചു വലിക്കലിൽ രോഗത്തിന് യാതൊരു മാറ്റവും വരാത്തതിനാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ രോഗം കൂടുന്നതിനാൽ വീണ്ടും വേദന പഴയതിനേക്കാളും കൂടുതലാകും. മനുഷ്യൻ്റെ എല്ലിൻ്റെ ഘടന, അതായത് അലൈൻമെൻറ്റ്, സ്വതസിദ്ധമായി ഉണ്ടാവുന്നതാണ്. എല്ലിൻ്റെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയാൽ അത് മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യും. എല്ലിൻ്റെ അലൈൻമെൻറ്റ് മാറിയതുകൊണ്ടല്ല നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാകുന്നത്, മറിച്ച് ശരീരത്തിൽ നീർക്കെട്ട് കൂടുന്നത് മൂലമാണ്. ഡിസ്ക് പിടിച്ചിടുന്നതിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ച് കഴിഞ്ഞ 36 വർഷത്തിലധികമായി ഞാൻ ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്.